ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെള്ളയപ്പം മുട്ടക്കറിയാണ്. എല്ലാവരും വീടുകളിലൊക്കെ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി കാണും. പക്ഷേ ഇതേമാതിരി നമുക്ക് കുറച്ച് എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കുവാനും അതേപോലെ തന്നെ ഒറ്റയ്ക്കൊക്കെ നമ്മൾ വീട് വിട്ട് പുറത്ത് പോയി താമസിക്കുമ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ ഇതേമാതിരി ഉണ്ടാക്കിയെടുക്കാനും അതേപോലെ തന്നെ ഇത് വെള്ളയപ്പം ഉണ്ടാക്കാൻ കള്ളും ഈസ്റ്റൊന്നും വേണ്ട. അത് നമ്മൾ ഇതിൽ മാവ് ചേർക്കുന്നുണ്ട്. അത് ഞാൻ ബോണസ് ടിപ്പിൽ പറഞ്ഞു തരാം. ഇതിനു വേണ്ടി നമ്മളൊരു ചട്ടി അടപ്പത്ത് വെച്ചു. 2 ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓയിലായാലും ഉപയോഗിക്കാം. ഇനി 2 സബോള കട്ട് ചെയ്ത് വെച്ചതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. ഇതേമാതിരി നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി 3 പച്ചമുളക് കട്ട് ചെയ്ത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. 1/2 ടീസ്പൂണ് ഉപ്പ് നമ്മൾക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് വേഗം ചേർത്തിയാൽ നമുക്ക് സവോള വേഗം മുരിഞ്ഞ് കിട്ടും. 1/2 ടീസ്പൂണ് ഇഞ്ചി അരച്ചതാണ്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വേപ്പിലയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. 1 ടീസ്പൂണ് ഗരം മസാല പൊടിയാണ്. 2 തക്കാളി ഞാൻ അരച്ച് വെച്ചതാണ്. അരച്ച് വെച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വേഗം തന്നെ നമുക്ക് വാടി കിട്ടും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ തക്കാളി അങ്ങനെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആവശ്യമായ മുട്ട പുഴുങ്ങി ഇതേപോലെ നമ്മൾ കത്തി കൊണ്ട് നല്ലവണ്ണം വരഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മസാലയെല്ലാം അതിൻ്റെ ഉള്ളിൽ നല്ലപോലെ പിടിച്ച് കിട്ടും. അങ്ങനെ നമ്മുടെ മുട്ട ഇതേമാതിരി വരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാൻ 5 മുട്ടയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യം പോലെ എടുക്കാം. ഇനി നമുക്ക് ആ മസാലയിലേക്ക് നമ്മുടെ മുട്ട ചേർത്തി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ റോസ്റ്റ് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് വെള്ളയപ്പമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. വളരെ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചാറെല്ലാം നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. വെള്ളയപ്പോ ചപ്പാത്തിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ട കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ബോണസ് ടിപ്പ് ഇതാണ്. നമ്മൾക്ക് ഈ മുട്ടക്കറിക്ക് രുചി കൂട്ടുവാനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് 2 മുളക് പൊട്ടിച്ചിട്ട് കുറച്ച് വേപ്പിലയിട്ട് ഒന്ന് മൊരിച്ചെടുത്ത് അതിലേക്ക് 1/4 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇതിലൊഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു രുചിയായിരിക്കും. പിന്നെ ചാനൽ പുതിയതാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്താം. ഇനി വെള്ളയപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് 2 കപ്പ് അരി ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ്. ഒരു 4 മണിക്കൂർ നേരം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി നമ്മൾക്ക് ഇത് അരച്ച് വയ്ക്കാം. അങ്ങനെ നമ്മുടെ അരി കുതിർന്നു. ഇനി അതിലേക്ക് നമ്മൾ 1 കപ്പ് തേങ്ങ ചിരണ്ടി വെച്ചത് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1 കപ്പ് ചോറ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിനി കുതിർത്തി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് വാരിയിട്ട് നമ്മൾ വെള്ളമൊഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. വെള്ളയപ്പത്തിനാവുമ്പോൾ നമ്മൾ നല്ലപോലെ അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ മാവ് അരച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അരച്ച മാവ് ഒരു പാത്രത്തിലേക്ക് പാർത്തുകയാണ്. നമ്മൾ ഇതിൽ വെള്ളയപ്പത്തിൻ്റെ മാവ് തന്നെയാണ് ചേർത്തിരിക്കുന്നത്. കള്ള് ഇഷ്ടമൊന്നുമില്ല. ഈ മാവ് തന്നെ നമ്മൾ പുളിച്ച് കഴിയുമ്പോൾ കുറച്ച് മാവ് എടുത്ത് മാറ്റി നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് ഈ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ ഈ മാവ് തന്നെ 2 ടീസ്പൂൺ ഒഴിച്ച് വൈകുന്നേരം കലക്കി വെച്ചാൽ നേരം വെളുക്കുമ്പോൾ നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ മാവ് നല്ല പോലെ പൊങ്ങി വരും, നല്ല പശിമയായിരിക്കും. അങ്ങനെ നമ്മൾ ഇത് നമ്മുടെ മാവിലേക്ക് നമ്മൾ 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. 2 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കി വയ്ക്കാം.
ഇതേമാതിരി നന്നായിട്ടൊന്ന് കലക്കി വെച്ച് നമുക്ക് കോരി ഒഴിക്കാം. ഇനി ചട്ടി അടപ്പത്ത് വയ്ക്കുകയാണ്. ഞാനിവിടെ ഇരുമ്പ് ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വളരെ ഹെൽത്തിനൊക്കെ നല്ലതാണ്. ഇതേമാതിരി കുറച്ച് എണ്ണ നമ്മൾ പുരട്ടി കൊടുത്ത് നമ്മൾ ഇതിലേക്ക് കോരി ഒഴിക്കുകയാണ്. ഇതേമാതിരി കോരി ഒഴിച്ച് ഇതേമാതിരി കയ്യിലുകൊണ്ട് പരത്തിയെടുക്കാം. 2 കാതുമ പിടിച്ച് നിങ്ങൾക്ക് അത് ചിറ്റിച്ചെടുക്കുകയും ചെയ്യാം. ഞാൻ ഇതേമാതിരി പരത്തി കൊടുത്ത് അടപ്പ് വെച്ച് വേവിക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേമാതിരി നല്ല പോലെ ഞാൻ പറഞ്ഞു തരുന്നത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമായിട്ട്. അങ്ങനെ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. പാത്രത്തിലേക്ക് ഇട്ട് രണ്ടാമത് കോരി ഒഴിച്ച് ഉണ്ടാക്കുകയാണ്. എത്ര വേണമെങ്കിലും നമുക്ക് ഇതേമാതിരി ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മുട്ടക്കറിയും അപ്പം കൂടി കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. അങ്ങനെ നിങ്ങൾ എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. അതേപോലെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് ബൈ.